നമുക്ക് ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന കിണ്ണത്തപ്പം വീട്ടിൽ തന്നെ തയ്യാറാക്കിയാലോ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇത് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി 4 മണിക്കൂർ ഉണ്ടാക്കി 4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു. നല്ല സോഫ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുബീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. 1 കപ്പ് വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് സെയിം കപ്പിന് തന്നെ 2 കപ്പ് വെള്ളം തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. ഇത് 2ാം പാലാണ്. ഞാൻ 2.5 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. ഇത് ഞാൻ 400 ഗ്രാം വെള്ളം ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുത്തതാണ്. ഈ സെയിം കപ്പിൽ 1.5 കപ്പ് നമുക്ക് ഒഴിക്കണം. ഇനി നമുക്ക് കുറച്ച് ഏലക്കായ പൊടിച്ച് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കാം. ഇനി നമുക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിലാണ് ഞാനിത് ഇളക്കുന്നത്. കൈവെക്കാതെ ഇളക്കി കൊടുക്കണം, അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഇതിലേക്ക് കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ 2 മണിക്കൂർ വെള്ളത്തിൽ പൊതിർത്തി വെച്ചതാണ്. നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് 1ാം പാൽ ഒഴിച്ച് കൊടുക്കാം. 1 കപ്പ് പാലാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. നന്നായി കണ്ടിന്യൂ ആയിട്ട് ഇളക്കി കൊടുക്കണം. നമുക്ക് 1 സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ കിണ്ണത്തപ്പം പാകമായി വരുന്നുണ്ട്. ഇത് ഏകദേശം 1 മണിക്കൂർ എടുക്കും. 1 സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ടോട്ടൽ ഞാൻ 3 സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കിണ്ണത്തപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ കിണ്ണത്തപ്പം നെയ്യ് പുരട്ടി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറാൻ വെക്കാം. നമുക്കിനി ബേക്കറിയിൽ നിന്ന് വാങ്ങാതെ ഹോം മെയ്ഡായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. നല്ല സോഫ്റ്റാണിത്. இந்த കടലപ്പരിപ്പെല്ലാം നല്ലവണ്ണം കടിക്കാൻ കിട്ടിയത് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ.